എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ സംഭാവനകളും പരസ്യങ്ങളൊക്കെ നൽകണം. ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. 1947 ഇന്ത്യ സ്വതന്ത്രമായി, ഓഗസ്റ്റ് 10. പിന്നെ 50 നമ്മൾ റിപ്പബ്ലിക്കായി മാറി. എന്നാൽ ഇന്ത്യയോടൊപ്പം കടന്നിരുന്ന രാജ്യങ്ങൾ പലതും, ഇപ്പോൾ ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതൊക്കെ അഖണ്ഡ ഭാരതത്തിൽ കടന്ന രാജ്യങ്ങൾ. നേപ്പാൾ, ഇങ്ങനെ തുടങ്ങിയുള്ള പല രാജ്യങ്ങളും അഖണ്ഡ ഭാരതത്തിൽ. ശ്രീലങ്ക ഒരു പരിധിവരെ, ശ്രീലങ്ക, കാരണം നമ്മുടെ രാമായണം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളൊക്കെ ശ്രീലങ്കയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു അഖണ്ഡ ഭാരതമായി കടന്ന, പിന്നെ റഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ കടന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്നൊരു റിപ്പബ്ലിക് ഇല്ലായിരുന്നു, പക്ഷേ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പത്തിൽ നിന്നിട്ടുള്ള രാജ്യങ്ങൾ രാജാക്കന്മാരുടെ കാലത്ത്. ഇത് മാറി പല രാജ്യങ്ങളും പല രൂപത്തിൽ സ്വതന്ത്രമായിപ്പോയി. എന്നാൽ ഇന്ന് ശാന്തിയുടെ ശബ്ദം അല്ലെങ്കിൽ സമാധാനം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പുരോഗതിയുടെ കാര്യത്തിലും ഇന്ത്യ മാത്രമാണ് വളരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്നും പാകിസ്ഥാനിൽ പട്ടാളക്കാരും ഭരണകൂടവും തമ്മിലുള്ള കലാപം തീർന്നിട്ടില്ല. ഒരു കാരണവശാലും അത് തീരാൻ പോണുമില്ല. ഇങ്ങനെ കടന്നടിക്കുകയാണ്. അവിടെ മത തീവ്രവാദവും ഭീകരവാദവും ഒക്കെ അവർ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. ജനങ്ങൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലേക്ക് പോകുന്നു. ഇന്ത്യ GDP-യിലടക്കം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യയുമായി ഒരു കമ്പാരിസണൊന്നും ഈ രാജ്യങ്ങൾക്ക് പറ്റുന്നതല്ല. പറഞ്ഞു വരുന്നത് നേപ്പാളിനെ കുറിച്ചാണ്. നേപ്പാളിൽ യുവാക്കളുടെ വലിയ കലാപമാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ കലാപത്തിലുള്ളവരും തമ്മിൽ തെറ്റുന്നുണ്ട്, അവർ തമ്മിലും ചേരിതിരിഞ്ഞ് തെറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ 30ഓളം പേർ മരിച്ചു കഴിഞ്ഞു, 1200ഓളം പേർക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ തടവ് പുള്ളികൾ തടവ് ചാടിപ്പോയി, അവർ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കുന്നു, യുവാക്കളുടെ കലാപം ഉണ്ടാകുന്നു. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് വലിയ പ്രതീക്ഷയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സാർവദേശീയ പാർട്ടികളാണ്, അത് ഒരു രാജ്യത്ത് മാത്രമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലും എല്ലാ സഹാക്കളും കേരളത്തിലും ഒക്കെ വലിയ ആഘോഷം നടത്തും. അതായത് നമ്മൾ കണ്ടില്ലേ, നേപ്പാളിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷം നടത്തും. അങ്ങനെ നേപ്പാളിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും, സോവിയറ്റ് റഷ്യയിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ബ്രെഡ് പാർട്ടി കാർഡ് ഉള്ളവർക്ക് ഒരു കിലോ നിൽക്കുന്ന ബ്രെഡ് കൂടുതൽ കിട്ടും, പാല് കൂടുതൽ കിട്ടും, മറ്റവർക്ക് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ ശരി തെറ്റുകൾ നമ്മൾ സോവിയറ്റ് റഷ്യ പോയി താമസിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് അവിടെ വന്ന് വരുന്നവരാണ്. പാർട്ടി കേഡർമാർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കിട്ടുന്ന പ്രിവിലേജ് കാർഡൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ ഉള്ള, എന്നാൽ മെമ്പർഷിപ്പ് എല്ലാവർക്കും കൊടുക്കത്തുമില്ല, അതിൻ്റെതായ പ്രൊസീജിയറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളായി. അപ്പോൾ നേപ്പാളിൽ എന്തായാലും ഇത് വലിയ പ്രതിസന്ധിയിൽ പോകുന്നു. നേപ്പാളിലെ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർഗിയെ, 73 വയസ്സുകാരിയാണ്, ഇടക്കാല പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കം നടന്നു. അത് പക്ഷേ നടന്നില്ല. ആ നീക്കം നടന്നതേ ഉള്ളൂ, ആ തന്ത്രം പാളിയിട്ടുണ്ട്. ആദ്യ വനിതയാണ് അവർ. സ്ഥാനത്തേക്ക് ചർച്ചയ്ക്ക് പുറപ്പെട്ട യുവജന ജൻസി പ്രക്ഷോഭകർ ചേരിതിരിഞ്ഞ് ഗേറ്റിന് മുന്നിൽ ചേരിതിരിഞ്ഞ് മുദ്രാമുദ്രയ്ക്കുന്നതോടെ സൈന്യം അവരെ മടക്കി അയച്ചു. അപ്പോൾ അവർക്കിടയിലും ഒരു ആശയക്കുഴപ്പമുണ്ട്. ആരെ ഇനി അടുത്ത പ്രധാനമന്ത്രിയാക്കണം? ഇടക്കാല നേതാവ് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു പേരും ഫോൺ നമ്പറും ഇന്ന് രാവിലെ സമർപ്പിക്കാൻ സൈന്യം നിർദ്ദേശം നൽകി. സേനാ മേധാവി ജനറൽ അശോക് രാജ് സിംഗ് തീരുമാനമെടുക്കും. അപ്പോൾ ഇപ്പോൾ സൈന്യത്തിൻ്റെ കയ്യിലാണ് രാജ്യം, സൈന്യം ഏറ്റെടുത്തല്ലോ. അപ്പോൾ ഇനി സൈന്യം ആരെങ്കിലും ഏൽപ്പിക്കും, പക്ഷേ ആരെ ഏൽപ്പിക്കണം എന്നുള്ളിടത്തും ഒരു കൺഫ്യൂഷനാണ്. എന്തൊരു ഗതികേടാണ്. രാജ്യത്തിലെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ, പട്ടിണിക്കാർ, ദരിദ്രരായിട്ടുള്ളവർ, കഷ്ടപ്പെടുന്നവർ, അവർ കൃഷിക്കാർ, സ്ത്രീകൾ വളരെ ദുരിതം പകരുന്നവരല്ലേ. അവർ ഈ യുദ്ധത്തിൻ്റെ ദുരിതം, എല്ലാ റിസോഴ്സും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാഠ്മണ്ഡു മേയർ ബലേൻ ഷാ, ദാരോൺ മേയർ ഖർഗ സംഭാഗ് തുടങ്ങിയവരെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അതുപോലെ തന്നെ ബോലയെ ഷായെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആദ്യം മുതൽ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പ്രക്ഷോഭകാരികൾക്കിടയിലും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ആരാണ് പ്രധാനമന്ത്രിയാകുക എന്നുള്ളത്. ആക്രമണം ഭയന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും ഒളിവിൽ തുടരുന്നു. എന്തൊരു ഗതികേടാണ്. ജനമിളകിയാൽ എന്താ സംഭവിക്കുക? അപ്പോൾ വലിയൊരു ഗതികേടാണ്. കലാപം ഉണ്ടായിരുന്നു. സൈന്യത്തിൻ്റെയും തോക്കിന് മുനയിൽ സമാധാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാർലമെൻ്റ് അടക്കം സൈന്യത്തിൻ്റെ കാവലിലാണ്. അപ്പോൾ സൈന്യം നന്നായി നേപ്പാൾ ഏറ്റെടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കർഫ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വെളിയിറങ്ങിയ വെടി കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കലാപകാരികൾ വന്നുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളെ വിലക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ യുവജനങ്ങൾ തിങ്കളാഴ്ച പൊടുന്നനെയാണ്, വളരെ പെട്ടെന്നാണ് തെരുവിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തെ അഴിമതിക്കെതിരെയാണ് അവർ തെരുവിലേക്ക്. നമ്മളൊക്കെ പലപ്പോഴും പ്രതികരിക്കുന്നത് ഇലക്ഷനിലാണ്, പക്ഷേ ഇത് ജനങ്ങൾ, യുവജനങ്ങൾ പൊറുതിമുട്ടി മന്ത്രിമാരെയൊക്കെ തോലിട്ടടിക്കുന്ന വളരെ ഭീകരമായ കാഴ്ചയാണ് ഉള്ളത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30. ഞാൻ നേരത്തെ പറഞ്ഞ 1200 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. എന്തായാലും നേപ്പാളിൽ പുതിയ വിപ്ലവം വരുമോ? അവിടെ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം ഏത് നിലയിൽ അവസാനിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അഴിമതിയുണ്ട്. പലരും നമ്മളതിൻ്റെ ഉപഭോക്താക്കളായതുകൊണ്ട് നമ്മൾ കുരിശുയുദ്ധമൊന്നും ചെയ്യാൻ പോകാറില്ല. പക്ഷേ നേപ്പാളിൽ യുവജനങ്ങൾ രംഗത്തുണ്ട്.